or Swarnadip in the writings of many travelers such as Megasthenes, Fahian, എനിക്ക് പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ആണോ ഞാൻ പറയുന്നത് അറിയില്ല. ഇങ്ങനെയുള്ള ആൾക്കാരുടെ, ഇവിടെ കൂടുതൽ ആൾക്കാരുടെ പേര് പറയുന്നുണ്ട്. ഇങ്ങനെയുള്ള ആൾക്കാരുടെ ബുക്കിലൊക്കെ ഇന്ത്യനെ അല്ലെങ്കിൽ ഇന്ത്യൻ സബ് കോണ്ടിനെന്റിനെ സ്വർണ്ണഭൂമി, സ്വർണ്ണദ്വീപ് എന്നൊക്കെ പറയുന്നതായിട്ട് കാണുന്നുണ്ട്. Between 1st and 7th century CE, India is estimated to have the largest economy of the ancient medieval world. ഇപ്പോൾ 1st and 7th century CE കാലഘട്ടത്തിൽ ഇന്ത്യ എന്ന് പറയുന്നത് ഏറ്റവും ലാർജസ്റ്റ് ഇക്കോണമി ആയിരുന്നു മിഡീവൽ വേൾഡിൽ, കൺട്രോളിങ് 1/3 and 1/4 ഓഫ് വേൾഡ് വെൽത്ത്. ഓക്കെ, ലോകത്തെ 1/3 വെൽത്തും ഇന്ത്യയിലായിരുന്നു എന്നാണ്, അല്ലെങ്കിൽ ഇന്ത്യൻ സബ് കോണ്ടിനെന്റിലായിരുന്നു എന്നാണ് കണക്കാക്കപ്പെടുന്നത്. കുറച്ച് ട്രേഡ് സെന്റേഴ്സിനെ പറ്റി പറയുന്നുണ്ട്, നമ്മൾ അതിലേക്കൊന്നും അധികമായിട്ട് പോകുന്നില്ല. ആൻഡ് ഇതിന് ശേഷമാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വരുന്നത്. അപ്പോൾ ബ്രിട്ടീഷ് റൂട്ട് ഇന്ത്യ വന്നപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ത്യയുടെ എക്കോണമി ഒരുപാട് താഴേക്ക് പോയി. ഒരുപാട് താഴേക്ക് പോകാൻ കാരണം എന്താണ്? ബ്രിട്ടീഷുകാർ വന്നപ്പോൾ അവർ ഇവിടുന്ന് റോ മെറ്റീരിയൽസ് എന്ന് വെച്ചാൽ നമ്മുടെ തുണിയൊക്കെ ഉണ്ടാക്കാനുള്ള ജൂട്ടാണെങ്കിലും കോട്ടൺ ആണെങ്കിലും റോ മെറ്റീരിയൽസ് ആയിട്ട് തന്നെ കളക്ട് ചെയ്ത് അവരത് യൂറോപ്പിലേക്ക് കൊണ്ടുപോയി അവിടുന്ന് ഫിനിഷ്ഡ് പ്രൊഡക്ട്സ് ആക്കി അവരവിടെ അവരുടെ മെഷീനറീസിൽ ഉപയോഗിച്ച് അത് ഫിനിഷ്ഡ് പ്രൊഡക്ട്സ് ആക്കി തിരിച്ച് ഇന്ത്യയിൽ കൊണ്ടുവന്ന് വിറ്റു. അപ്പം എന്താ സംഭവിച്ചത്? വിൽക്കുന്ന സാധനങ്ങൾ ഇന്ത്യക്കാർ വാങ്ങി ഉപയോഗിക്കുന്നതിലൂടെ ഇന്ത്യയുടെ എക്സ്പോർട്ട് കുറയുകയും ഇമ്പോർട്ട് കൂടുകയും ചെയ്തു. അങ്ങനെ ഇന്ത്യൻ എക്കോണമി താഴേക്ക് വരാൻ തുടങ്ങി. അങ്ങനെ ഇന്ത്യയുടെ ബാലൻസ് ഓഫ് ട്രേഡ് പോയി. അപ്പോൾ ഇന്ത്യ വളരെ മോശം എക്കോണമിയിലേക്ക് എത്തി ബ്രിട്ടീഷ് റൂൾ കഴിഞ്ഞതോടെ. അങ്ങനെ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് കിട്ടിയതിന് ശേഷം ഇന്ത്യനെ റീബിൽഡ് ചെയ്യുക എന്നുള്ളത് വളരെ കഷ്ടപ്പാടുള്ളൊരു പ്രോസസ്സ് തന്നെയായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇന്ത്യയുടെ ഒബ്ജക്റ്റീവ് ഓഫ് അച്ചീവിങ് എ സെൽഫ് റിലയൻറ്റ് സോഷ്യലിസ്റ്റിക് പാറ്റേൺ ഓഫ് സൊസൈറ്റി, അപ്പോൾ സ്വയം പ്രാപ്തരായ സോഷ്യലിസം ഉൾക്കൊള്ളുന്ന ഒരു സൊസൈറ്റിക്ക് വേണ്ടിയാണ് ഇന്ത്യ പ്ലാൻ ചെയ്തത്. അപ്പോൾ അതിന് ഒരുപാട് മെഷേഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ എന്ന് വെച്ചാൽ പഞ്ചവത്സര പദ്ധതികൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സെൻട്രലൈസ്ഡ് എക്കണോമിക് പ്ലാനിങ് ആണ് അവർ കൂടുതലായിട്ടും ചെയ്തത്. അതിൽ പ്ലാനിങ് ആൻഡ് എംഫസിസ് ഓൺ പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഇൻ ബേസിക് ആൻഡ് കീ ഇൻഡസ്ട്രീസ്. അപ്പോൾ പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് വളരെ ബേസിക്